ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ വിശ്വാസംസ നേരമാണ്. എന്നറിയാം, നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും വിഷു ആഘോഷിക്കുന്ന ദിവസമാണ്. സോ ഇഫ് യു വാച്ചിങ് ഡബ്ലിൻ മല്ലു ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഗിവ് ലൈക്ക് ആൻഡ് കമൻറ്റ്സ് ആൻഡ് എവറിത്തിങ്. ദിസ് ഇസ് ജസ്റ്റ് ലോയ്സ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്. ഇന്നത്തെ ദിവസം നമ്മൾ കുറേ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. സോ നമ്മളിന്ന് മോസ്റ്റ്ലി നമ്മൾ ചെയ്യാൻ പോണ ഒരു ഡാറ്റ് യാത്രയാണ്. സോ കുറേ കോസ്റ്റൽ ഏരിയസ് നമ്മൾ കാണുന്നതായിരിക്കും. സോ ഇന്നത്തെ ഒരു വിഷു ദിവസം എല്ലാവർക്കും വളരെ നന്മകൾ നേരുവാണ്. എല്ലാവരും അടിച്ചു പൊളിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഒത്തിരി സഹോദരങ്ങൾ ഇസ്രായേലിൽ ഉണ്ടല്ലേ. കുറേ അധികം പേര് കുറേ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്ന അല്ലെങ്കിൽ യുദ്ധമൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വിഷുദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റിൻ ലോയ്സ്, ഡബ്ലിൻ മല്ലു വേൾഡ്. ഇന്നത്തെ ദിവസം നമ്മൾ ഡാട്ട് വഴിയിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് ഡാട്ട് വഴി ഒന്ന് പോകുമെന്ന് വിചാരിച്ചു. മുണ്ടും തൊടുത്തോണ്ടല്ല പോകുന്നത്, നമ്മുടെ സാധാരണ വേഷമൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. സോ ഞാനിന്ന് രാവിലെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് മുണ്ടൊക്കെ ഒന്ന് കൊടുത്തത്. ഒരു വിഷയമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മുണ്ടൊക്കെ എടുത്തൊന്ന് ഫോട്ടോ എടുത്തത്. സോ നമ്മളിന്ന് ഡാട്ടിലാണ് പോകണേ. കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് ഡബ്ലിൻ മല്ലു വേൾഡ്.
ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഹാമസ് ടൗണിൽ നിന്നാണ് ഇന്ന് ട്രെയിൻ പിടിച്ചത് ഈ ഡൻലറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ ഇന്നൊരു നല്ല ദിവസമാണ്, അപ്പം എന്തായാലും ഓഫാണല്ലോ, അപ്പോൾ ഒരു ഡേ ഔട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹാമസ് ടൗണിൽ നിന്ന് ട്രെയിൻ പിടിച്ച്, അപ്പം ഹാമസ് ടൗണിൽ നിന്ന് ട്രെയിൻ പിടിക്കുന്ന സമയത്ത് എൻ്റെ ലീഡ് കാർഡ് ഞാൻ ടച്ച് ചെയ്തിട്ടാണ് കയറിയത്. But when I touched it, it doesn't show the balance actually. So I was just wondering whether it's have the enough balance or not. So anyway, I got on the train and I was traveling from there to Danelari. So in between, നമ്മുടെ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം they have checked my ticket and when they scanned it, there wasn't any balance. അപ്പം ഞാൻ ആകെ വണ്ടർ അടിച്ചു പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ. അപ്പം എൻ്റെ ഒരു സെക്കൻഡ് ഡാറ്റ് ജേണിയാണ്. സോ ഐ ഹാവ് നെവർ ഡൺ മച്ച് ഓഫ് ഡാറ്റ് ജേണീസ് ആക്ച്വലി. സോ അവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടില്ല, അങ്ങനെ ബാലൻസ് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് കയറി. സോ ഇറ്റ് ഡസൻ ഷോഡ് എനിത്തിങ്. ലൈക്ക് സാധാരണ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും, പക്ഷെ അത് കണ്ടില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു, ഓപ്പണും ആയിരുന്നു. അപ്പോൾ ഞാനും കയറി പോന്നു. ബട്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് കാണുന്നത് അതിനകത്ത് ബാലൻസ് ഇല്ല. അപ്പം എനിക്കൊരു വാർണിംഗ് പോലെ എത്ര പറയുക, ഒരു ബില്ല് തന്നിട്ടുണ്ട് അവർ. ആക്ച്വലി 100 യൂറോസിൻ്റെ ഒരു ബില്ല് തന്നിട്ടുണ്ട്. ബട്ട് വി ക്യാൻ ഗോ ഫോർ an appeal by explaining our situation. So I've sent them an email by explaining my situations, what happened exactly. So I hope I'm not going to pay 102 euros or something like that. And it's terrible, like if it spoiled my day. Like once I got the ticket, I got just completely tensed and worried. Anyway, I'm looking forward. They were not charging it properly, and they may accept my appeal. I'm looking forward to that actually. It's a kind of a different experience. First time here in Ireland. So it's a difficult or challenging situations what I faced actually today. But hopefully I won't pay that much amount. So anyway, it's a beautiful little town, and it's a kind of a coastal city. A lot of things to say. I'm not actually spoiling my day by thinking about that bloody thing, but need to move forward anyway. Okay, alright, I'm just going to show you around everything in this place, and I'll be heading home after maybe 2 hours or so. Okay, nice to meet you everyone. ഈ ഡൺലറി സിറ്റിയുടെ ഏകദേശം ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ആസ് യു കെൻ സീ, ലൈക്ക് ആസ് എ ബ്യൂട്ടിഫുൾ ലിറ്റിൽ ആ കോസ്റ്റൽ സിറ്റി. നമ്മുടെ ഞാനിരിക്കുന്നതിൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. ഏകദേശം നമുക്ക് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല രസമാണ് കാണാനൊക്കെ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ സിറ്റിയുടെ വ്യൂ എന്ന് പറയുമ്പോൾ, നമ്മുടെ ടൗണിൻ്റെ വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കാണാൻ പറ്റും. നമുക്കൊരു ചർച്ചും അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റേഷനാണ് ആ ചർച്ചിൻ്റെ പുറകിലായിട്ട് ആ സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പം നല്ലൊരു സണ്ണി ഡേയും കൂടെയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഒരുമാതിരി കാണാനുണ്ട് കേട്ടോ. ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ എന്നെപ്പോലെ തന്നെ വരുന്ന ആളുകൾക്ക് അത്ര ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ബട്ട് ഐ ഡു എൻജോയ് കീപ് ഗോയിങ് ടു എ പ്ലേസ് ബൈ മൈ സെൽഫ്. എനിവേ, ഓൺ ദ വേയിൽ ഞാൻ കുറേയധികം അടിപൊളി കാര്യങ്ങൾ കാണിച്ചു തരാം. ഒത്തിരി കാര്യങ്ങൾ നടക്കാനൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ സിറ്റിയുടെ ഏകദേശം ഇപ്പുറ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ച്. ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അമേസിങ് പ്ലേസാണ്. ഇത്രയും നല്ലൊരു പ്ലേസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ലൈക്ക് ഇപ്പോഴാണ് ഇത് കാണുന്നത്. എന്തായാലും നമുക്ക് കുറേ നടന്ന് എൻജോയ് ചെയ്യാം. ഞാൻ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ പതുക്കെ കാണിച്ചു തരാമല്ല കേട്ടോ. നല്ലൊരു പ്ലേസാണ്. ഏകദേശം ഒരു ദിവസമൊക്കെ വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഡൺലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മുടെ അവിടെ നിന്ന് അടുത്താണ്, ഒത്തിരി ദൂരമൊന്നുമില്ല, വളരെ അടുത്തായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഒരു വാവ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ ഞാനിപ്പം ആയിരിക്കുന്നതിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം ഇതാണ് മറ്റേ എന്താ പറയുക, ഈ നമ്മുടെ ചെറിയ കപ്പലുണ്ടല്ലോ, അതിനെന്ത് പറയും, പേര് മറന്നുപോയല്ലോ. നമ്മുടെ ചെറിയ കപ്പലുകൾ ഉള്ളൊരു സ്ഥലമാണത്. ഇതേ ഭാഗത്താണ് ഒത്തിരി കാണാനുള്ള സാധനങ്ങൾ. പക്ഷെ അങ്ങോട്ട് എങ്ങനെ കയറിപ്പോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഷോർട്ടായിട്ട് നടക്കാനുള്ള വഴികളും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. സോ
I haven't had much experience actually in this place, so I don't know where to go, but really നമ്മൾ എന്താ പറയുക സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ്. എന്തായാലും നമുക്ക് പോവാം. നമ്മളിങ്ങനെ പോയിട്ടെല്ലാവരും കണ്ടുപിടിക്കുന്നത്. ബട്ട് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലിറ്റിൽ ടൗൺ. വളരെ അടിപൊളിയാണ്. ഈസ്റ്റ് പയർ ലൈറ്റ് ഹൗസ് എന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഏകദേശം ഒരു ഏരിയ, അതിൻ്റെ കാണേണ്ട ഭാഗങ്ങളുടെ ഒരു ഏരിയ ആണിത്. കുറേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. ഒത്തിരി കാണാനുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്നത്. ഈ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. സോ നല്ല ലുക്കാണ് കാണാനൊക്കെ. എല്ലാം ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയയാണ്. ഇപ്പോൾ കടലിൻ്റെ ഭാഗമാണ്. മേളിൽ അപ്പുറം കാണുന്നുണ്ടോ, അവിടെ ഒരു മല പോലെ കാണുന്നുണ്ടോ, അത് ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഹാവത്ത്, നമ്മൾ ഇന്നാൾ പോയ ആ സ്ഥലത്തിൻ്റെ ഒരു ഇതാണത്. ഹൗത്തിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കണ്ടോ സിറ്റി ഉണ്ടോ? വാവ്, പൊളിയാണ് മക്കളെ, പൊളിയാണ്, നല്ല പൊളിയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. അങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് സിറ്റി ഫുള്ള് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിച്ചു തരാം. അപ്പം കുറച്ചും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി എന്താ പറയുക, ഒരു ലോങ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ സിറ്റിയുടെ ഏകദേശം ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഫ്രണ്ട് ഹോസ്പിറ്റൽ സിറ്റിയുടെ ഒരു ഭാഗമാണ്. കണ്ടോ, ചർച്ചുകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. സെറ്റപ്പ് ഒരു വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു സിറ്റി ആണ് ഈ ഡണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടെന്നുള്ള കാര്യം ലൈക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്. സോ when I had a chat with one of the Colin, she only told me about this place, and she told me it's a beautiful place. You must go and visit this place if you get an opportunity. So thought of just coming down for a day off and thought of experiencing the place, but it's just worth it completely. I just want to say it's a beautiful hot spot for come and visit for a day. Amazing. Look at that, how beautiful it is. Yeah, wow, awesome. ഇത് കുറേ ഏരിയ ഉണ്ട്. അതേ കാണുന്നുണ്ടോ ആ ഒരു ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നതിൻ്റെ, ഹൗസ് ബോട്ടല്ല അതിന് പറയുന്ന പേരെന്താണ്, ആ സാമാനങ്ങൾ കിടക്കണതിൻ്റെ തൊട്ട് പുറകെ കാണുന്ന ആ ഭാഗമാണ് ഹൗത്തിൻ്റെ ഭാഗങ്ങൾ. അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതേ ഭാഗത്തായിട്ടാണ് ഞാനിരുന്ന ആ ഒരു ഭാഗം. സോ ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. സിറ്റി ബേ ക്രൂസസിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതെനിക്ക് തോന്നുന്നു ഫാമിലി ഇവൻറ്റ്സ് കോർപ്പറേറ്റ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ലോട്ട് ഓഫ് ഹാപ്പനിങ് സിറ്റി ഐ വുഡ് സേ. ലുക്ക് അറ്റ് ദാറ്റ്, നമ്മുടെ റിയൽ ഓഷ്യനാണ്. നല്ല നീല നിറത്തിലാണ് വെള്ളമൊക്കെ കിടക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. സൂപ്പർ. ഞാനിതിന് മുന്നേ നമ്മുടെ ഹൗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഹൗത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് നല്ലതായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്.
ആണ് നമ്മുടെ ഡോൺലറി സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അടിപൊളിയായിട്ടൊരു പ്ലേസാണ്. ആൻഡ് ഇറ്റ്സ് അമേസിങ്. നമ്മൾക്ക് ഇടയ്ക്കൊക്കെ വന്നൊന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാം. സോ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്. യു ഷുഡ് ഓൾ കം ആൻഡ് വിസിറ്റ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്.